ദ ജേർണലിസ്റ്റിലേക്ക് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ റഫയിലേക്ക് സർവ്വസന്നാഹങ്ങളും എടുത്ത് ആക്രമണം നടത്തുമെന്നായിരുന്നു മുമ്പ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു ആക്രമണത്തിന് തയ്യാറാകാൻ പോലും കഴിയാത്ത വിധത്തിൽ അതിശക്തമായ തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ അവകാശവാദങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് സുരക്ഷിതത്വ ഭീതി ഉണ്ടാക്കുന്നതാണ്. കാരണം ഇസ്രായേലിനെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കവചം എന്നറിയപ്പെടുന്ന അയൺ ഡോമുകൾ, ഈ അയൺ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു ശക്തമായ ആക്രമണം നടന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. 37 റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി 2 ഘട്ടങ്ങളിൽ ഹിസ്ബുള്ള അയച്ചുവെന്നും അതിൽ 7 എണ്ണം മാത്രമാണ് അയൺ ഡോമുകൾക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞത് എന്നും ബാക്കി 30 എണ്ണവും ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചുവെന്നുമാണ് ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവിടുന്ന റിപ്പോർട്ട്. ഇസ്രായേലി മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അതോടൊപ്പം ഇസ്രായേലിന്റെ ഭരണകൂടം, സൈന്യം ഇത്തരത്തിലൊരു ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതായത് തീവ്രമായ ആക്രമണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന ആക്രമണങ്ങളെന്നോ അല്ലെങ്കിൽ വലിയ തോതിൽ ആൾനാശം ഉണ്ടാക്കുന്ന ഒരു ആക്രമണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കവചമായ അയൺ ഡോമുകളെ നിർവീര്യമാക്കിക്കൊണ്ട് 30 റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മണ്ണിൽ വീണിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ള ആദ്യം പറഞ്ഞ അവകാശവാദങ്ങൾ അത് കൃത്യമായി നടപ്പാകാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. ഹിസ്ബുള്ള യുദ്ധത്തിന്റെ ആദ്യത്തെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷിത കവചമായ അയൺ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഞങ്ങൾ പദ്ധതിയിടുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അതിനുശേഷം നിരന്തരമായി പ്രതിദിനമെന്നോണം ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സൈനിക പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചും അതിർത്തിയിലെ നോർത്തേൺ ഇസ്രായേലിന്റെ അതിർത്തിയിലെ കിരിയത് ഷിമോണ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളെ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്തായി ഇസ്രായേലിനുള്ളിലേക്ക് 10-15 കിലോമീറ്റർ ദൂരമൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മിസൈലുകൾ ഹിസ്ബുള്ള പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം അത്തരം ഒരു ആക്രമണത്തിലാണ് ഒരു മലയാളി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, കെട്ടിടങ്ങൾ തകർന്നു, സ്ഥാപനങ്ങൾ തകർന്നു. ഇസ്രായേലിനെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു മലയാളി മരിച്ചു. അയ്യോ, അവന് ആദരാഞ്ജലികൾ അർപ്പിച്ചതാണ് ഈ ലോകം. അതുപോലെ തന്നെ ദാരുണമായ സംഭവമാണ്. സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. അത് എവിടെയായാലും യുദ്ധത്തിന്റെ ഭാഗമായി സാധാരണക്കാർ മരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു ആക്രമണം, ഹിസ്ബുള്ള നടത്തിയ ഒരു ആക്രമണം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. തുടർച്ചയായ ആക്രമണങ്ങളാണ്. മാർച്ച് 10-ാം തീയതിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 30 റോക്കറ്റുകൾ ആദ്യവും 7 റോക്കറ്റുകൾ രണ്ടാമതും, അങ്ങനെ 2 ഘട്ടങ്ങളിലായി ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി റോക്കറ്റുകൾ അയച്ചു എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. അതിന്റെ വീഡിയോകളും മറ്റും പുറത്തു വന്നിരുന്നു. മാർച്ച് 10-ാം തീയതി ഇസ്രായേലിനുള്ളിലെ മൗണ്ട് മെറോൺ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. തുടർച്ചയായി ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വലിയ ആളപായമോ അല്ലെങ്കിൽ വലിയ നാശമോ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഹിസ്ബുള്ളയുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം ഇത്. അതായത് യഥാർത്ഥ ആക്രമണം പിന്നാലെ വരുന്നുണ്ട്, ഇത് ഒരു സാമ്പിൾ മാത്രമാണ് എന്നാണ്. ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ചെറു ഗ്രൂപ്പുകളൊക്കെ പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഇസ്രായേൽ നഗരം ആക്രമിക്കുന്ന ഒരു ഡെമോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്രിയേറ്റീവ് വീഡിയോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിമേഷൻ വീഡിയോ പോലത്തെ ഒരു വീഡിയോ ഹൂത്തികൾ പുറത്തുവിട്ടു. അതിൽ ഒരു ഇസ്രായേലി നഗരത്തെ ആക്രമിക്കുന്നു, സൈനിക കേന്ദ്രം ആക്രമിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഹൂത്തികളും ഏതോ തരത്തിലുള്ള ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. അതുപോലെ ഹിസ്ബുള്ള ആക്രമിക്കുന്നു. ഹമാസ് ഇപ്പോൾ തന്നെ ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ ഈ റമദാൻ മാസമാകുമ്പോൾ റഫ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ശക്തമായി തിരിച്ചടി കൊടുക്കുമെന്ന് ഇവരും പറഞ്ഞിരുന്നു. അപ്പോൾ റഫയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയാൽ എല്ലാവരും ചേർന്ന് പല വഴിക്ക് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയാണോ ഇടുന്നത് എന്ന സംശയമാണ്, അല്ലെങ്കിൽ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയാണെങ്കിലും ശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ ഇസ്രായേൽ നിൽക്കുകയാണ്. റഫയിലേക്ക് കടന്നു കയറുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇസ്രായേലിന് ഇത് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കാം. അമേരിക്ക ഉൾപ്പെടെ
ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും ഇസ്രായേൽ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലിൽ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഗസയിലൊക്കെ മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർവത്ര ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേലിനുള്ളിലേക്ക് നടക്കുന്ന ഈ റോക്കറ്റ് ആക്രമണങ്ങൾ, അയൺ ഡോമിനെ നിർവീര്യമാക്കുന്ന ഈ ആക്രമണങ്ങൾ അത് വലിയ ഭീതി തന്നെയാണ്, പ്രശ്നം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പരിശുദ്ധ റമദാൻ തുടങ്ങുമ്പോൾ ഇസ്രായേലിന് വെല്ലുവിളി ശക്തമാവുകയാണ്. അതിശക്തമായ ആക്രമണങ്ങൾക്ക് മുന്നോടിയായുള്ള ടെസ്റ്റ് ഡോസുകളാണോ ഇസ്രായേലിനുള്ളിലേക്ക് വരുന്ന ഈ റോക്കറ്റുകൾ എന്ന ചോദ്യം പ്രസക്തവുമാവുകയാണ്.